വെൽക്കം ടു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ ഇൻഫിനിറ്റി നോമാഡ്. ഇന്ന് UGC നെറ്റ് കൊമേഴ്സിലെ 6th യൂണിറ്റായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, ജോബ് ഇവാലുവേഷൻ, ഇൻസെൻറ്റീവ്സ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. Compensation management means the process of determining fair wages, salaries, incentives and benefits for എംപ്ലോയീസ്. ഇവിടെ എന്താ പറയുന്നത്? കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്നത് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള വേജസ്, അതുപോലെ തന്നെ സാലറീസ്, പിന്നെ അവർക്കുള്ള ഇൻസെൻറ്റീവ്സും എക്സ്ട്രാ ബെനിഫിറ്റുകൾ ഉണ്ടാവുമല്ലോ. സോ ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. അട്രാക്ട് ക്വാളിഫൈഡ് എംപ്ലോയീസ്, മോട്ടിവേറ്റ് എംപ്ലോയീസ്, മെയിൻറ്റെയിൻ internal and external equity, increase productivity and satisfaction. Next, job evaluation. It is the systematic process of determining the relative worth of different job in an organization. ഇവിടെ എന്താ പറയുന്നത്? ഒരു ഓർഗനൈസേഷനിൽ പലതരം ജോലികൾ ഉണ്ടാവില്ലേ. സോ ഓരോ ജോലിയുടെയും വെർത്ത് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജോബ് ഇവാലുവേഷൻ. ഒന്ന് ക്ലിയർ ആവാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഓർഗനൈസേഷൻ എടുക്കുക. അതിൽ മാനേജർ പോസ്റ്റ് ഉണ്ടാവും, UD ക്ലർക്ക് ഉണ്ടാവും, LD ക്ലർക്ക് ഉണ്ടാവും, പിന്നെ കുറച്ചുകൂടെ ലെവൽ താഴെയായിട്ട് ഇപ്പോൾ പിയൂൺ അങ്ങനെ ഉണ്ടാവും. സോ ഇവർക്ക് എല്ലാവർക്കും ഒരേ ജോലിയാണോ? അല്ല. മാനേജർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും അല്ലേ. UD ക്ലർക്ക് അതിന് വെച്ച് കുറച്ച് കുറവായിരിക്കും, LD ക്ലർക്കിന് വീണ്ടും റെസ്പോൺസിബിലിറ്റീസ് കുറവായിരിക്കും. സോ നമ്മൾ ഇവിടെ ഒരു ജോബ് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതായത് ഓരോ ജോബിൻ്റെയും വെർത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ജോബ് ഇവാലുവേഷൻ എന്നൊരു പ്രോസസ്സിലൂടെയാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഓർഗനൈസേഷനിലെ മാനേജറിൻ്റെ സാലറി ആയിരിക്കില്ല ക്ലർക്കിൻ്റെ സാലറി. വൈ? മാനേജർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിരിക്കും അല്ലേ. സോ ജോബ് ഇവാലുവേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സ്കോളേഴ്സ് കൂടെ നോക്കാം. എഡ്വിൻ ബി ഫ്ലിപ്പോ ആൻഡ് ഡേ യോഡർ. ഇനി ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഡിറ്റർമൈൻ ഫെയർ വേജ് സ്ട്രക്ചർ, reduce wage inequality, maintain internal equity, assist in salary administration. മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ മെത്തേഡ്സ് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോൺ അനലിറ്റിക്കൽ മെത്തേഡ് ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്സ്. സോ നോൺ അനലിറ്റിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് റാങ്കിങ് മെത്തേഡ് ആൻഡ് ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ഇതിൽ റാങ്കിങ് മെത്തേഡ് എന്താണ് പറയുന്നത്? ജോബ്സ് അറേഞ്ച്ഡ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് ഇമ്പോർട്ടൻസ്. ഇവിടെ ഇവാലുവേറ്റർ ജോബ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? അതായത് ഹയസ്റ്റ് ടു ലോവസ്റ്റ് എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ബട്ട് സബ്ജക്റ്റീവ് ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ് സബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നത്? കാരണം ഇവാലുവേറ്ററിൻ്റെ ഒപ്പീനിയനാണ് ഈ ജോബ് അറേഞ്ച്മെൻറ്റിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവാലുവേറ്ററിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ടാണ് ഇവിടെ ജോബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഓരോ ജോബിനും സാലറി ഫിക്സും ചെയ്യുന്നത്. സോ റാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞു വെച്ചാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ അറേഞ്ചിങ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് ഇമ്പോർട്ടൻസ്. ജോബ് നമ്മൾ ഹയസ്റ്റ് ടു ലോവസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ്. ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ജോബ് പ്ലേസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രേഡ് ഓർ ക്ലാസ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഓരോ ജോബിനെയും ഓരോ ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഗ്രേഡ് ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ കൊടുക്കും. ഇവിടെ ഗ്രേഡ് 1 വരുന്നത് മാനേജർ ആയിരിക്കും, ഗ്രേഡ് 2 വരുന്നത് സൂപ്പർവൈസർ ആയിരിക്കും, ഗ്രേഡ് 3 എന്നതിൽ വരുന്നത് ക്ലർക്കായിരിക്കും, ഗ്രേഡ് 4 എന്നതിൽ വരുന്നത് ക്ലീനർ ആയിരിക്കും. സോ ഈ ഗ്രേഡിനനുസരിച്ചിട്ടാണ് നമ്മൾ, അല്ലാതെ പൊസിഷൻ അല്ല, ഗ്രേഡിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ സാലറി ഫിക്സ് ചെയ്യുന്നത്. അടുത്തത് അനലറ്റിക്കൽ മെത്തേഡ്. ഫസ്റ്റ് വൺ പോയിന്റ് റേറ്റിംഗ് മെത്തേഡ്. ജോബ്സ് evaluated based on points for factors like skill, effort, responsibility, etc. ഇവിടെ നമ്മൾ ജസ്റ്റ് റാങ്ക് ചെയ്യുന്ന പകരം അല്ലെങ്കിൽ ജോബ് അറേഞ്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. അതായത് സ്കിൽ, എഫേർട്ട്, റെസ്പോൺസിബിലിറ്റി. സോ ഈ ഫാക്ടേഴ്സിനൊക്കെ ഓരോ ജോലിയിൽ നിന്നും ഈ ഒരു ജോലിക്ക്
ഈ ഒരു ഫാക്ടറിന് എത്ര പോയിന്റ്സ് കൊടുക്കുക എന്ന് നോക്കും. ഇപ്പോൾ ഒരു മാനേജർ പോസ്റ്റ് ആണ് വെച്ചാൽ ഇവിടെ സ്കില്ലിന് എത്ര പോയിന്റ്സ് കൊടുക്കാം, എഫേർട്ടിന് എത്ര പോയിന്റ്സ് കൊടുക്കാം, റെസ്പോൺസിബിലിറ്റിക്ക് എത്ര പോയിന്റ്സ് കൊടുക്കാം എന്ന് നോക്കും. എന്നിട്ട് ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇതിൽ കൂടുതൽ പോയിന്റ്സ് ഏതൊരു ജോബ് പോസ്റ്റിനാണോ വരുന്നത് അത് ഹയർ സാലറി അവിടെ പേ ചെയ്യും. ഏതൊരു ജോബ് പോസ്റ്റിനാണോ ഏറ്റവും കുറവ് പോയിന്റ് വരുന്നത് അവർക്കായിരിക്കും ലോ സാലറി പേ ചെയ്യുന്നത്. സോ ഇവിടെ സാലറി ഫിക്സ് ചെയ്യുന്നത് ഈ ഓരോ ഫാക്ടേഴ്സിൻ്റെയും പോയിന്റ്സ് ആഡ് ചെയ്ത് കൂടുതൽ പോയിന്റ്സ് കുറവ് പോയിന്റ്സ് എന്നൊന്ന് കൺസിഡർ ചെയ്തിട്ടായിരിക്കും. സോ പോയിന്റ് റേറ്റിംഗ് മെത്തേഡ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. ഇവിടെ നമ്മൾ ജോബിന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, അതായത് സ്കില്ല്, റെസ്പോൺസിബിലിറ്റി, എഫേർട്ട്, വർക്കിംഗ് കണ്ടീഷൻ, സോ ഇതിൻ്റെ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും ഫാക്ടർ ബൈ ഫാക്ടർ പോയിന്റ് അസൈൻ ചെയ്ത് ഓവറോൾ ജോബ് അതിൻ്റെ വാല്യൂ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഇത് ക്ലിയർ ആവാൻ. ഇപ്പോൾ സ്കിൽ എന്നൊരു ഫാക്ടർ എടുക്കുകയാണെന്ന് വെച്ചാൽ ജോബ് എക്ക് നമ്മൾ 40 പോയിന്റ്സ് കൊടുക്കും, ജോബ് ബിക്ക് 30 പോയിന്റ്സ് കൊടുക്കും. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കും, ജോബ് എ എന്നതിന് 20 പോയിന്റ് കൊടുക്കും, ജോബ് ബി എന്നതിന് 25 പോയിന്റ് കൊടുക്കും. ടോട്ടൽ പോയിന്റ് നോക്കി നമ്മൾ ജോബ് റാങ്കിങ് അല്ലെങ്കിൽ പേ ഡിസൈഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇവിടെ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ എല്ലാ ജോബിൻ്റെയും ഈ ഫാക്ടേഴ്സുകളൊക്കെ കമ്പയർ ചെയ്യുന്ന ഒന്നാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. Incentives are additional payment given to employees to motivate higher performance and productivity. Incentives എന്ന് പറയുന്നത് എംപ്ലോയീസിന് സാലറിക്ക് പുറമെ കൊടുക്കുന്ന അഡീഷണൽ പേയ്മെൻ്റ് ആണ്. ഇത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ അതായത് കാശായിട്ട് കൊടുക്കുന്ന അഡീഷണൽ പേയ്മെൻറ്റ് എന്ന് പറയാം. അതായത് ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, കമ്മീഷൻ, പീസ് റേറ്റ്, വേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? റെക്കഗ്നിഷൻ, പ്രമോഷൻ, ജോബ് സെക്യൂരിറ്റി, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ്സ് പ്ലാൻ എന്ന് പറഞ്ഞു വെച്ചാൽ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ പെർഫോമൻസ് അനുസരിച്ചിട്ട് അവർ കൂടുതൽ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഇൻഡിവിജ്വലിന് നമ്മളിവിടെ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻ എന്ന് പറയുന്നത്. Compensation program that rewards employees based on their personal performance or achievements. ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ടൈലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അതായത് ഒരു എംപ്ലോയി കൂടുതലായിട്ടും പ്രൊഡക്റ്റീവ് ആവുകയാണ് വെച്ചാൽ അവർക്ക് അതിനനുസരിച്ചിട്ട് കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഹാൽസേ പ്ലാൻ, റോവൻ പ്ലാൻ, ഇതൊക്കെ എന്താണ്? ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് ടൈമിന് മുന്നേ തന്നെ എംപ്ലോയീസ് വർക്ക് കംപ്ലീറ്റ് ആക്കുകയാണ് വെച്ചാൽ അവർക്ക് അതിനനുസരിച്ചിട്ട് ഒരു ബെനിഫിറ്റ് കൊടുക്കുക. ഇതിലെ FW ടൈലറിൻ്റെ പീസ് റേറ്റ് സിസ്റ്റം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. ഇതെല്ലാം നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ്സ് പ്ലാൻ. ഗ്രൂപ്പ് ഇൻസെൻറ്റീവ്സ് പ്ലാൻ എന്താണ്? അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എൻകറേജ് ടീം വർക്ക് ആൻഡ് കളക്റ്റീവ് പ്രൊഡക്ടിവിറ്റി. ഇവിടെ കളക്റ്റീവ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നൊരു പർപ്പസാണ് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ്സ് പ്ലാനിന് ഉള്ളത്. സോ ഇതിൽ വരുന്നതാണ് പ്രോഫിറ്റ് ഷെയറിംഗ്, ഗെയിൻ ഷെയറിംഗ്, ദെൻ കോ പാർട്ട്ണർഷിപ്പ്, ഇതെല്ലാം. നെക്സ്റ്റ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്നുള്ളത് സാലറിക്ക് പുറമെ എംപ്ലോയീസിന് കൊടുക്കുന്ന അഡീഷണൽ ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് കേട്ടോ. സോ ഫ്രിഞ്ച് ബെനിഫിറ്റ് ആർ ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഗിവൻ ടു എംപ്ലോയീസ് ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജസ് എന്ന് പറയാം. എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റിൻ്റെ എക്സാമ്പിൾ? പ്രൊവിഡൻറ്റ് ഫണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ്, പെയ്ഡ് ലീവ്, പെൻഷൻ, ഹൗസിംഗ് ഫെസിലിറ്റി, ഇൻഷുറൻസ്. നെക്സ്റ്റ് ഇനി ഫീച്ചേഴ്സ് നോക്കാം. ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ ആണ്, അതുപോലെ തന്നെ ഇംപ്രൂവ് എംപ്ലോയി വെൽഫെയർ ആൻഡ് ലോയാലിറ്റി, ഹെൽപ്പ് റീറ്റെയിൻ എംപ്ലോയീസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസെൻറ്റീവ്സ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഇത് രണ്ടും തന്നെ സാലറിക്ക് പുറമെ എംപ്ലോയീസിന് കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റുകളാണ് അല്ലേ. സോ ഈ ഇൻസെൻറ്റീവ്സിൻ്റെയും ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെയും ഡിഫറൻസ് ഒന്ന് നോക്കാം. ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്
പെർഫോമൻസ് ബേസ്ഡ് ആണ് കൊടുക്കുന്നത്. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നോട്ട് പെർഫോമൻസ് ബേസ്ഡ്. ദെൻ പേയ്മെൻറ്റ്, ഇവിടെ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് അഡീഷണൽ പേയ്മെൻ്റ് ആണ്, പക്ഷെ ഡയറക്റ്റ് പേയ്മെൻ്റ് ആണ്. ബട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് പേയ്മെൻ്റ് ആണ്. ദെൻ ഇൻസെൻറ്റീവ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്ന് വെച്ചാൽ മോട്ടിവേറ്റ്സ് പ്രൊഡക്ടിവിറ്റി. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഇംപ്രൂവ് വെൽഫെയർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയാം. സോ ഈ വീഡിയോ നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.